അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഏറെ പ്രിയമുള്ള ജനങ്ങളെ, ഇൻഷാ അല്ലാഹ് ഒരു വർഷം കൂടി നമ്മിലേക്ക് കടന്നു വരികയാണ്. പുതുവത്സരം ആഘോഷിക്കാനിരിക്കുന്ന ഈ അടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് 2023 നമ്മിൽ നിന്നും വിട പറഞ്ഞ് 2024 കടക്കാനിരിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്കറിയാം, ഇസ്ലാമികപരമായും ഏത് മതപരമായും എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ് ഒരു പുതുവത്സരം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ. ആ പുതിയ വർഷം കടന്നു വരുമ്പോൾ വിചിന്തനങ്ങളെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അപരാധങ്ങളും പിഴവുകളും തെറ്റുകളും നമ്മുടെ ജീവിതത്തിൽ നിന്നും വന്നു പോയ പിഴവുകൾക്ക് പരിഹാരം കാണാൻ അടുത്ത വർഷം നമ്മിലേക്ക് കടന്നെത്തുമ്പോൾ ഒരു മാറ്റത്തിലേക്കുള്ള ചിന്ത കൊടുക്കൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ഏത് മതവിശ്വാസികളാകട്ടെ, ഏത് തരത്തിലുള്ള ജനങ്ങളാകട്ടെ, എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ സംശയമില്ല. നമ്മൾക്ക് ഇസ്ലാമികമായി ചിന്തിക്കുകയാണെങ്കിൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും അവൻ മാറി ചിന്തിക്കാനുള്ള പ്രധാനപ്പെട്ട സമയങ്ങളാണ്. അവനൊരു തിന്മ ചെയ്തു വെച്ചു, എന്നാൽ അടുത്ത നിമിഷം തന്നെ അത് നാളേക്കെന്നില്ല, മറ്റന്നാളേക്ക് എന്നില്ല, ഇനി അടുത്ത കൊല്ലം വരട്ടെ, ഏതായിരുന്നാലും ഡിസംബർ കഴിഞ്ഞു, ഇനി ജനുവരി അങ്ങോട്ടാകട്ടെ എന്ന് കരുതാൻ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. കാരണം മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയവും അവൻ്റെ അടുത്ത് തന്നെ മരണം അവൻ്റെ അടുത്ത് തന്നെയുണ്ട്. അഥവാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ആരാധിക്കുക, നിങ്ങളിലേക്ക് യഖീൻ എത്തുന്നത് വരെ, അഥവാ നിങ്ങളിലേക്ക് മരണം, യഖീൻ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് മൗത്ത് എന്നാണ്. നിങ്ങളിലേക്ക് മരണം എത്തുന്നത് വരെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ആരാധന ചെയ്യുക. എപ്പോഴാണ് നിങ്ങളിലേക്ക് മരണം എത്തുക എന്നറിയുകയില്ല. നമസ്കരിക്കുമ്പോൾ മരണപ്പെടുന്നവരുണ്ട്. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ വിചാരിക്കാതെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്നവരുണ്ട്. ഈയിടെ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണാനിടയായി. ഒരു അറേബ്യൻ നാട്ടിലാണെന്ന് തോന്നുന്നു നടന്നത്. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്നതിനിടയിൽ തൊണ്ടയിൽ കുടുങ്ങിക്കൊണ്ട് കൊരക്കുന്നത് കണ്ടു, ചുമക്കുന്നത് കണ്ടു. ഈ ചുമയുടെ അവസാനം ഈ ഒരു സ്ത്രീ മരണപ്പെടുകയാണ്. അഥവാ ശ്വാസനാടിയിൽ ഭക്ഷണം കയറിക്കൊണ്ട് അവിടെ മരണം സംഭവിച്ചു. ഇവിടെയെല്ലാം ചിന്തിക്കേണ്ടത് എപ്പോഴാണ് മരണം സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ഇൽമുമില്ല, യാതൊരു അറിവുമില്ല. അടിമക്ക് അതിനെക്കുറിച്ചൊരു വിവരവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി കൊടുത്തിട്ടില്ല. മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം പോലും അവനറിയില്ല, ഞാൻ മരിക്കുകയാണെന്നറിയുകയില്ല. പക്ഷേ ആ പിടിക്കുന്ന സമയത്ത് മാത്രമാണ് അവൻ മരണത്തെ മുഖാമുഖം കാണുന്നത്. അതുകൊണ്ട് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവത്സരം വരുമ്പോൾ അതിന് പ്രത്യേകമായ ഇസ്ലാമികമായ പുതുവത്സരത്തിനപ്പുറത്ത് ഈ ഒരു 2014 നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അതിന് പ്രത്യേകമായ മാനങ്ങളോ ഒന്നുമില്ല. പക്ഷേ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രധാനപ്പെട്ടതാണ് ഇന്നല്ല നാളെ എന്നല്ല, എന്നും ഉടനടി അവൻ തെറ്റുകൾ സംഭവിച്ചാൽ ഉടനടി അവൻ മരണത്തെ ആലോചിക്കണം, അവൻ തെറ്റുകൾക്കുള്ള പാപമോചനം അവൻ തേടണം. ഇതൊക്കെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ ഒരു 2024 നമ്മിലേക്ക് കടന്നു വന്നപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാനുള്ള കാരണവും അതുതന്നെയാണ്. അതുകൊണ്ട് മുഅ്മിൻ, അതുപോലെ തന്നെ ഇസ്ലാമികമായി വിശ്വസിക്കുന്ന ആളുകൾ, അതല്ല നമ്മുടെ ജീവിതത്തിൽ നിന്നും വന്നു പോയ ഏത് പാപങ്ങൾ വന്നു പോയ ആളുകളാണെങ്കിലും ഏത് മതവിശ്വാസികളാണെങ്കിലും നമുക്കൊക്കെ ജീവിതത്തിൽ വന്ന ഒരു മഹാഭാഗ്യമാണ് നമ്മിലേക്ക് ആയുസ്സുകൾ കടന്നു വരിക എന്നുള്ളത്. ചില ആളുകൾ 60-70 എൻ്റെ ഉമ്മത്തിൻ്റെ പ്രായമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിനപ്പുറത്ത് ജീവിക്കുന്നവർ മഹാഭാഗ്യവാന്മാരാണ്. ജീവിതം മാത്രം പോരാ, അവരുടെ ജീവിതത്തിൽ നല്ല പ്രവർത്തനങ്ങൾ കൂടി ഉണ്ടാകണം. ഏറ്റവും ഞങ്ങളുടെ സമുദായത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആളുകളെ ഞാൻ അറിയിച്ചു തരട്ടെയോ? സ്വഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ. അപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ആയുസ് ലഭിച്ചവരും, വെറും ആയുസ് മാത്രം പോരാ, നിങ്ങൾക്ക് ലഭിച്ച ആയുസ്സിൽ ഏറ്റവും കൂടുതൽ അമൽ ചെയ്തവനും ഹുസ്നത്ത്, അവൻ ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മിലേക്ക് വർഷം കടന്നു വരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വർഷം ആയുസ് കിട്ടി, ഒരു വർഷത്തിൽ ഒരു നിമിഷം കൂടി നമുക്ക് കടന്നു വന്നു എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നമ്മിലേക്ക് കടന്നു വന്ന ദിവസത്തെ നാം ചിലവഴിക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലൂടെ ചിലവഴിക്കണം. എപ്പോഴും സമയത്തിന് ഇസ്ലാം പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സമയത്തെ പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ സത്യം പറയുന്നുണ്ട്.
സത്യം ചെയ്യുന്നത് സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അവിടെയൊക്കെ നോക്കുമ്പോൾ ഇസ്ലാം സമയത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്നുണ്ട്. വല്ലുഹ വല്ലൈൽ വൽ അസ്ർ, എല്ലാം കാലത്തെക്കുറിച്ച് അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നതാണ്. മാത്രമല്ല നമ്മെല്ലാം അവസാന സമയത്ത് മരണപ്പെടുമ്പോൾ അപ്പോഴും പറയുന്ന വാക്കാണ് ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് സമയമെങ്കിലും അല്ലാഹു ഇനി പിന്തിപ്പിച്ചു തന്നിരുന്നെങ്കിൽ, നീട്ടിത്തന്നിരുന്നെങ്കിൽ. ഇപ്പോൾ പറയും ഫഅസ്വദ്ദക അകുൻ മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽ പെട്ടവരാകാൻ വേണ്ടി നമ്മൾ നോക്കും എന്ന് അല്ലാഹുവിനോട് പറയുമ്പോൾ പടച്ച തമ്പുരാൻ ഒരു സെക്കൻഡ് പോലും നമുക്ക് നീട്ടിത്തരുകയില്ല. കാരണം ഒരു സെക്കൻഡ് പോലും നീട്ടിത്തരാൻ അവസരമില്ല. അതുകൊണ്ട് വന്ന സമയം പ്രയോജനപ്പെടുത്താനാണ് മുഅ്മിനീങ്ങളായ നമ്മളെല്ലാം ചിന്തിക്കേണ്ടത്. മാത്രമല്ല നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടനവധി ആക്രമണങ്ങളും അരാജകത്വങ്ങളും അനീതികളും എല്ലാം ഉടനീളം വാഴ്ന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇനി വരുന്ന വർഷങ്ങളിൽ ആക്രമണങ്ങളില്ലാതെ, ആരെയും കുറ്റങ്ങൾ പറയാതെ, ആരെയും പച്ചക്ക് വ്യഭിചരിക്കാതെ അഥവാ വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ടും നമ്മുടെ മാനസികമായ വിചാരങ്ങളൊന്നും ആരെയും ചെയ്യാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ആരെയും വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതെയുള്ള ഒരു വർഷമായി ഇനിയുള്ള വർഷം നാം കാണണം. അങ്ങനെ ഒരു ദൃഢനിശ്ചയം നാം ജീവിതത്തിൽ എടുക്കണം. അവസാനമായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ, നിങ്ങൾ 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. എന്താണ് ഒന്നാമത്തെ കാര്യം? അല്ലാഹു റസൂൽ പറയുന്നത് ശബാബക ഖബ്ല ഹറമിക, നിന്റെ നിന്നിലേക്ക് വാർദ്ധക്യം വന്ന് അവശത അനുഭവിക്കുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യകരമായ അവസ്ഥയെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. നിന്റെ ആരോഗ്യമുള്ള അവസ്ഥയെ, യുവത്വത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. രണ്ടാമത് പറഞ്ഞു വസിഹതക ഖബ്ല സഖമിക, നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യാവസ്ഥയെ നീ പ്രയോജനപ്പെടുത്തണം. ആ സമയത്ത് നീ നന്മകൾ കൂടുതൽ ചെയ്യണം. നിന്റെ അനാരോഗ്യാവസ്ഥയിൽ നിനക്ക് ആരോഗ്യ ഇല്ലാത്ത അവസ്ഥയിൽ നിനക്ക് നന്മകൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. നിനക്ക് ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നീ നല്ല സമ്പൽ സമൃദ്ധിയുടെ നിന്റെ കാലഘട്ടത്തിൽ നീ പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കണം. നിനക്ക് തിരക്ക് പിടിക്കുന്നതിന് മുമ്പ് നിന്റെ ഫ്രീ ടൈമുകളെ നീ പ്രയോജനപ്പെടുത്താൻ നീ ശ്രമിക്കണം. അവസാനം പറഞ്ഞു വഹയാതക ഖബ്ല മൗതിക, എല്ലാതും ഉൾപ്പെടുത്തിയ ഒരു അവസാന വചനം. വഹയാതക ഖബ്ല മൗതിക, നീ മരണപ്പെടുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ സമ്പൽ സമൃദ്ധമാക്കാൻ നോക്കണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസാണ് 2024 നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഒരൊറ്റ ഹദീസ് ജീവിതത്തിൽ എടുത്തു വെച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കുക. നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങളെല്ലാം അല്ലാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്കൊണ്ട് നമ്മൾ നന്മയിലേക്ക് കടന്നു വരിക, നല്ല റൂട്ടിലേക്ക് കടന്നു വരിക. എന്നിട്ട് അവസാനം പറഞ്ഞ ഇരുവാക്ക് വഹയാതക ഖബ്ല മൗതിക, നീ മരിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നീ പ്രയോജനപ്പെടുത്തണമെന്ന് വാക്ക്. ഈ ഒരു വാക്കിലൂടെ നാം ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് 2024 കഴിച്ചുകൂട്ടാൻ ശ്രദ്ധിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.